അത്തരത്തിലൊരു നീക്കമുണ്ടാകും എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ വിചാരിക്കുന്നത് ഇത് മോദി ഗവൺമെന്റിനും BJP ഗവൺമെന്റിനും എതിരെയുള്ള വലിയ ഭീഷണിയാണെന്നാണ്. ആ ഭീഷണി എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാർട്ടിയായി മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവരുന്നയിച്ച പ്രശ്നങ്ങളെല്ലാം എടുത്തുയർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പിന്തുണ പോകുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു പിന്തുണ പോയാൽ സ്വാഭാവികമായിട്ടും അത് ആർക്ക് ഗുണം ചെയ്യും? ഇവിടുത്തെ കോൺഗ്രസിനും അതുപോലെ മറ്റു പാർട്ടികൾക്കും ഗുണം ചെയ്യും. ഞാനിപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. കഴിഞ്ഞ തവണ ധ്രുവ്രാത്തിയും ആകാശ് ബാനർജിയും അതുപോലെ രവീഷ് കുമാറും ഒക്കെ കൂടി തുറന്നുവിട്ടൊരു ഭൂതമുണ്ട്. അതായത് മോദിക്കെതിരെയുള്ള വലിയ പ്രചരണം നടത്തി. അന്ന് ധ്രുവ്രാത്തി നടത്തിയത് 100 കോടി ആളുകളിലേക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ എത്തിക്കണം, ദ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ വീഡിയോ എത്തിക്കണം എന്നാണ്. അപ്പൊ അതിന്റെ നാച്ചുറലി അതിന്റെ ഗുണം കിട്ടിയത് ആർക്കാണ്? കോൺഗ്രസിന് ആണ്. ഞാൻ പറഞ്ഞു വന്നത് അതുപോലൊരു ഗുണമായിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഇന്ത്യ മുഴുവൻ ഒരു പാർട്ടി സംഘടിപ്പിക്കുക എന്നുള്ളത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇനി സംഘടിപ്പിച്ചാലും താങ്കൾ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ഹൈപ്പ് ഉണ്ടായവർ അധികാരത്തിലേക്ക് വരില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ NT രാമറാവു ഇവിടെ അങ്ങനെ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്, അരവിന്ദ് കെജ്രിവാൾ വന്നിട്ടുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഇപ്പൊ ഏറ്റവും ഒടുവിൽ വിജയ് തമിഴ്നാട്ടിൽ ഇതുപോലെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. വിജയ് ഏതാണ്ട് ഇതുപോലത്തെ ഒരു പാറ്റേണിലാണ് അവിടെ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. കാരണം അവിടെ ആകെ ദുഷിച്ചിരിക്കുന്നു, പ്രശ്നമായിരിക്കുന്നു, വലിയ അഴിമതിയാണ്. അപ്പൊ ഒരു സേവിയർ, ഒരു രക്ഷകനെ വിളിക്കണം. ആ രക്ഷകൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് വിജയുമായിട്ടും വിജയുടെ സിനിമകളിലെ കഥാപാത്രങ്ങളുമായിട്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള ഒരു വലിയ വിജയം ഉണ്ടാകും.